തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്താൻ LDF യോഗം ഇന്ന് ചേരുകയാണ്. അത് വളരെ നിർണായകമാണ്. ഒപ്പം മുതിർന്ന നേതാവ് AK ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തെ ചൊല്ലി CPIM-ൽ ഭിന്നത. ഇന്നലെ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി AK ബാലനെ പിന്തുണച്ച് രംഗത്തെത്തുന്നു. അതിനു പിന്നാലെ തന്നെ സംസ്ഥാന സെക്രട്ടറി നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയായിരുന്നു അതെന്ന പേരിൽ വരുന്നു. ഷഫീദ്, അപ്പോൾ ആ രീതിയിൽ രണ്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. CPIM-ൽ തന്നെ ഈ ഒരു വിവാദ പ്രസ്താവനയിൽ വലിയ രീതിയിലുള്ളൊരു ഭിന്നത രൂപപ്പെടുന്നുണ്ട്. പ്രവർത്തകർക്കിടയിലും ഈ ഭിന്നത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ, അതിലും നമുക്കറിയാം ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ല എന്ന് CPIM പറയുമ്പോഴും CPI പറയുന്നുണ്ട് അത്തരം വികാരം ഉണ്ടായിരുന്നു. അപ്പൊ ഘടകകക്ഷികളുടെ ആ വിലയിരുത്തലുകൾ അതെല്ലാം ഇന്ന് പ്രധാനമാകും ഈ യോഗത്തിൽ. ഗുഡ് മോർണിംഗ്. ഇന്ന് തിരുവനന്തപുരത്ത് നമുക്ക് രാഷ്ട്രീയ പ്രാധാന്യമുള്ള പല വാർത്തകളും പ്രതീക്ഷിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവരുടെ ഇടതുമുന്നണി യോഗവും അതേപോലെ തന്നെ CPIയുടെ ഒരു യോഗവും ചേരുന്നത്. ഇടതുമുന്നണി യോഗത്തിൽ CPI എടുക്കുന്ന നിലപാടുകൾ അത് വളരെ നിർണായകമായും അതേപോലെ തന്നെ രാഷ്ട്രീയമായ വ്യാഖ്യാനങ്ങൾക്കും ഇടവയ്ക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, ആദ്യം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട ചർച്ചയായിരിക്കും ഇടതുമുന്നണി യോഗത്തിൽ പ്രധാനമായും നടക്കുക. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്ന് CPIM-ഉം ഭരണവിരുദ്ധ വികാരമാണ് തിരിച്ചടിക്ക് കാരണമായതെന്ന് CPIയും വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മുന്നണി യോഗത്തിൽ CPI അക്കാര്യത്തിൽ വേണ്ട തിരുത്തലിനെ കുറിച്ച് സംസാരിക്കുമല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ആകാംക്ഷയാണ്. രണ്ടാമത്തേത്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഉണ്ടാക്കിയ ആഘാതം സംബന്ധിച്ച് മുന്നണിയിലെ പ്രധാന പാർട്ടികൾക്ക് വ്യത്യസ്ത അഭിപ്രായമാണ്. ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷം മുന്നണി നേതൃത്വം പരാജയ കാരണമെന്തെന്ന് വിലയിരുത്തുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ പ്രാഥമിക ചർച്ചയും ഇന്നത്തെ ഇടതു മുന്നണി യോഗത്തിൽ നടക്കും. എന്തൊക്കെയാണ് സർക്കാർ ഇനി അവരുടെ ക്ലാസിക് കാര്യങ്ങളായി വെക്കേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അത് ഇന്നത്തെ മുന്നണി യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. LDF ജാഥകളും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുമാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. LDF-ന്റെ വടക്കൻ മേഖലാ ജാഥയിൽ പാർട്ടി പ്രതിനിധിയായ രാജ്യസഭാംഗം PP സുനീറിനെ, മധ്യമേഖലാ ജാഥയിൽ P സന്തോഷ് കുമാർ MPയെ നിയോഗിക്കാനാണ് CPI സെക്രട്ടേറിയറ്റ് യോഗത്തിലെ ധാരണ. ഇനി മറ്റൊന്ന്, രാഷ്ട്രീയമായി ഇപ്പോൾ ഉയരുന്ന ചർച്ചയാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ആ ചർച്ചയ്ക്ക് മറ്റൊരു മാനം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ AK ബാലന്റെ വിവാദ പരാമർശം നമ്മൾ കേട്ടതാണ്. ആ വിവാദ പരാമർശത്തെ ചൊല്ലി CPIM-ൽ ഇപ്പോൾ ഭിന്നത ഉടലെടുത്തിരിക്കുന്നു. AK ബാലന്റെ പരാമർശത്തെ മുഖ്യമന്ത്രി ന്യായീകരിച്ചപ്പോൾ അതിനെ പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ സ്വീകരിച്ചത്. തീർത്തും നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് AK ബാലൻ നടത്തിയതെന്നും പാർട്ടി അതിനെ തള്ളിക്കളയുന്നുവെന്നുമായിരുന്നു ജില്ലാ കമ്മിറ്റിയിലെ MV ഗോവിന്ദന്റെ പ്രതികരണം. പഴയകാല അനുഭവത്തിൽ നിന്നാകാം AK ബാലൻ പ്രതികരിച്ചതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. സ്വാഭാവികമായും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും രണ്ട് തട്ടിൽ നിൽക്കുമ്പോൾ ആ വിഷയത്തിൽ CPIM ഇനി എടുക്കാൻ പോകുന്ന തുടർ പ്രതിരോധം അത് രാഷ്ട്രീയമായി ചർച്ചയാകും. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.